ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ്. ഇന്നിവിടെ ചോക്ലേറ്റിൻ്റെ ചെറിയൊരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എഗ് ബീറ്ററും വേണ്ട, ഓവണും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ ഞാനിവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര നമ്മൾ തരിച്ചെടുത്താണ്. നമുക്ക് അതിലേക്ക് മൈദ തരിക്കുക. 1 കപ്പ് മൈദ അതിലേക്ക് തരിച്ചെടുക്കാം. കൊക്കോ പൗഡർ അത് തരിച്ചെടുക്കുക. ബേക്കിംഗ് സോഡ, അത് നമുക്ക് തരിച്ചെടുക്കാം. കാരണം അങ്ങനെ പൊടി ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ തരിയൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തരിക്കണ. ഇത് ഉപ്പ് അങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പൊടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിത് കാപ്പി കാച്ചാം. വെള്ളമെടുത്ത് വെച്ച് 1 ടീസ്പൂൺ തിളച്ചാൽ 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കാം. ഈ നെയ്യ് ചൂടോടെ തന്നെ കേട്ടോ നമുക്ക് ഒഴിക്കേണ്ടത്. ഇത് കാച്ചി നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് മറ്റുള്ള ചേരുവകൾ ഈ പൗഡറിലേക്ക് ചേർക്കാം. ഓയിൽ, ചെറുങ്ങനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര്, ഒരു എഗ്ഗ്, ഇതിലേക്ക് വാനില എസൻസും കാപ്പി കാച്ചിയതും നമുക്ക് ഒഴിച്ചെടുക്കാം. ഈ ടൈമിൽ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്കാണ് നമുക്ക് ഒഴിക്കേണ്ടത്. ആദ്യം കുറച്ച് നേരം വെക്കണം. സിമ്മായിട്ട് വെച്ചാൽ മതി. പാനിലിത്തിരി ഓയിൽ വെച്ച് കുറച്ച് മതി. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ ഫുള്ളായിട്ട് ആ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അത് മൂടിയിട്ട് 1/4 മണിക്കൂറാകുമ്പോഴത്തേക്ക് നമുക്കത് കേക്ക് റെഡിയാവും. കേക്ക് റെഡിയായി. നമുക്കത് ഒന്ന് ചൂടാറിയ ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് മുറിക്കും. മേൽഭാഗം ഒന്ന് മുറിച്ച് മാറ്റും. എന്നിട്ട് 2 ലെയറായിട്ട് നമുക്കത് മുറിക്കും. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ളൂ. ക്രീമില്ലാതെയും കഴിക്കാം. എന്തായാലും നല്ല ടേസ്റ്റാണ്.
മേലെ പിടിച്ചിട്ട് വേണം മുറിക്കാൻ. സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിയരുത്, പൊടിഞ്ഞു പോകും. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് സിറപ്പാക്കാം. നമുക്ക് 2 ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് 4 സ്പൂണിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി സിറപ്പായാൽ നമുക്ക് ഇതിൽ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒഴിക്കേണ്ട, എന്നാലും പാകത്തിന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇതൊരു ലവ് ഷേപ്പിൽ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അത് ചെറിയൊരു അടിയാളം ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൽ ചെയ്യാം നമുക്ക്. കണ്ടോ, അങ്ങനെ മുറിച്ചെടുക്കാം. ഈ പൈപ്പിംഗ് ബാഗിലാക്കുന്നത് എന്താ വെച്ചാൽ ഒരുപോലെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പൂണിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിയറായിട്ട് ആവില്ല. ഒരു ഭാഗത്ത് അധികം, ഒരു ഭാഗം കുറവായിട്ടുണ്ടാവും. ഇതാകുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഇത് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതിന് മേലേക്ക് അടുത്ത പീസ് വെക്കാം നമുക്ക്. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു പൈപ്പിംഗ് ജെല്ല് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിയതാണ്, അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു. എല്ലാവരും ഇനിയും സപ്പോർട്ട് ആവശ്യമാണ്. നല്ല ടേസ്റ്റിയാണ് കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.